Hi friends, me myself Adra. Welcome to EduStella. Today we are going to concern with trial and error theory and operant conditioning theory. We have already discussed behaviorism as a whole, and I have given you a class regarding classical conditioning theory and Little Albert experiment. So today we are going to concern with trial and error theory and operant conditioning theory. Okay. Before going to the class, please share, like and subscribe. Okay. Trial and error theory by Thorndike. This theory was formulated by Thorndike, popularly known as SR theory. Popularly known as SR theory, stimulus response theory. Here, learning is based on stimulus response bonding or stimulus response connections. This theory is also known as theory of connectionism and bond theory. This theory is also known as theory of connectionism or bond theory. Before going into detail, let's have a look at the experiment, the important experiments that leads to the formation of this theory. അപ്പോൾ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിന് എവിഡൻസസ് വേണം ഇല്ലേ? ഒരു തിയറി ഉണ്ടാക്കണമെങ്കിൽ അതിന് എവിഡൻസസ് വേണം. എവിഡൻസസ് എങ്ങനെയാണ് കിട്ടിയത്? ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ എക്സ്പെരിമെൻ്റാണ് ഈ ഒരു ഫീൽഡിൽ, അതായത് ട്രയൽ ആൻഡ് എറർ തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നതിലോട്ട് എന്താണ് ഈ നമ്മുടെ തോണ്ടൈക്കിന് ലീഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ പസിൽ ബോക്സ് എക്സ്പെരിമെൻറ്റ് ബൈ തോണ്ടൈക്ക്. The most important experiment in the field of trial and error theory is the puzzle box experiment by Thorndike. Okay, he has done his experiment with cats. Here we can see a puzzle box. നമുക്കൊരു puzzle box കാണാം. ഈ puzzle box എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഹാസ് എ സ്ട്രിങ്. അതിനൊരു സ്ട്രിങ് ഉണ്ട്. When the string is pulled, the door gets open. When the string is pulled, the door gets open. അത് എന്താണ്, സ്ട്രിങ്ങിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ആവും. സോ എ ഹംഗ്രി ക്യാറ്റ് വാസ് പുട്ട് ഇൻസൈഡ് ദ ബോക്സ്. എന്ത് ചെയ്തു? ഒരു ഹംഗ്രി ക്യാറ്റിനെ പിടിച്ചു അദ്ദേഹം എന്താണ് ഈ ഒരു പസിൽ ബോക്സിനകത്ത് ഇടുന്നു. ആൻഡ് പ്ലേസ്ഡ് സം ഫുഡ് ബിഫോർ ദ ക്യാറ്റ് വിച്ച് വാസ് ഔട്ട്സൈഡ് ദ ബോക്സ്. ഫുഡ് അകത്തല്ല വയ്ക്കുന്നത്, ബോക്സിന് പുറത്താണ്. ക്യാറ്റിന് മുന്നിലായിട്ട് കുറച്ച് എന്താണ് ഫുഡ് വെച്ചിട്ടുണ്ട്. സോ ദ ക്യാറ്റ് വാസ് ഇൻസൈഡ് ദ ബോക്സ്, ഫുഡ് വാസ് ഔട്ട്സൈഡ്. ഫുഡ് പുറത്തുണ്ട്, ക്യാറ്റ് അകത്തുമാണ്. സോ ദ സ്മെൽ ഓഫ് ദ ഫുഡ് സ്റ്റിമുലേറ്റ്സ് ദ ക്യാറ്റ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ടു ടേക്ക് ഹിസ് ഫുഡ്. അല്ലേ, അവൻ്റെ ഫുഡ് അവൻ എടുക്കുകയും വേണം, എങ്ങനെയെങ്കിലും പുറത്ത് വന്ന് ആ ഫുഡ് എടുക്കണം. സോ ഇവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടല്ലേ, ഈ സ്റ്റിമുലേഷൻ അവനെ റെസ്പോൺസിലോട്ട് നയിക്കും. ഇവിടെ SR ബോണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. SR കണക്ഷൻ, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ. ഇവിടുത്തെ സ്റ്റിമുലൻസ് ഏതാണ്? ഫുഡ്. അതിനെ ആ എന്താണ് ഫുഡെന്ന് എന്ത് ചെയ്യും? ഫുഡിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ്സ് ടു ആക്ട്, അല്ലെ, ടു റെസ്പോണ്ട്. അല്ലേ, അവനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ സ്മെൽ ഓഫ് ഫുഡാണ്. സോ എന്താണ് ഡെഫിനറ്റ്ലി ഇറ്റ് മേക്സ് സം റാൻഡം മൂവ്മെൻറ്റ്സ്. അല്ലേ, ഈ ക്യാറ്റ് എന്ത് ചെയ്യും? ചില റാൻഡം മൂവ്മെൻറ്റ്സ് നടത്തും. അറ്റ് ലാസ്റ്റ് എന്താണ് ഇറ്റ് പുൾസ് ദ ലിവർ. അത് ആ ലിവർ പുള്ളി ചെയ്യും, അല്ലെ, വലിക്കും. ദാറ്റ് ഇസ് ആക്സിഡൻ്റലി ഹാപ്പൻഡ്. അത് ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ചെന്ന് എനിക്ക് പുറത്ത് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ചെയ്യുന്നതാണോ? അല്ല, ആക്സിഡൻ്റലി ഇറ്റ് ഹാപ്പൻസ്. അല്ലേ, ദെൻ ദിസ് ആക്ട് ഈസ് റിപ്പീറ്റഡ്. അല്ലേ, ദിസ് ട്രയൽസ് ആൻഡ് എറേഴ്സ് ആർ റിപ്പീറ്റഡ്. അറ്റ് ലാസ്റ്റ് ഹീ ലേൺഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ്. അവസാനം എന്താണ് ഈ എന്താണ് ബോക്സിന് പുറത്ത് എങ്ങനെ വരാമെന്ന്, അല്ലെ, എന്താണ് ഹി ലേൺ ടു പുൾ ദ സ്ട്രിങ്. അറ്റ് ലാസ്റ്റ് ദ ക്യാറ്റ് ഈസ് ലേൺ ടു പുൾ ദ സ്ട്രിങ്. അവസാനം എന്ത് ചെയ്യും? ഈ ക്യാറ്റ് സ്ട്രിങ് എന്താണ് വലിച്ചിട്ട് എന്താണ് പുറത്ത് കിടക്കാനുള്ള എന്താണ് ഇങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടതെന്ന് പഠിക്കുക. So here the stimulus that leads to response.
So this theory is based on stimulus response connection or stimulus response bond. നോക്കുക, ഇപ്പം ക്യാറ്റ് പുറത്ത് വന്നു, ഫുഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഫുഡ് കൊടുത്ത് ക്യാറ്റ് ഇങ്ങനെ പാടുമായിട്ട് പാവം എന്താണ് വെളിയിലൊക്കെ എത്തി ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ക്യാറ്റ് ഇങ്ങനെയുള്ള ഒരു 2-3 പ്രാവശ്യമൊക്കെ എന്താണ് ക്യാറ്റ് ഈ ഒരു ആക്ട് എന്താണ് ആവർത്തിക്കുമായിരിക്കും. ഫുഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് പറയും? വിശന്ന് വലഞ്ഞ് ചത്താനും വേണ്ടിയില്ല, ഞാൻ പുറത്തിറങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് ക്യാറ്റ് അവിടെ ഇരിക്കും. അവിടെ റെസ്പോൺസ് ഉണ്ടാവുമോ? ഇല്ല. സോ സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് ഓർ കണക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. മനസ്സിലായോ? There are some other experiments which are not important, just for your knowledge. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. വേറെ കുറച്ച് എക്സ്പെരിമെൻ്റ് ഉണ്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ദിസ് ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ വരുന്ന വേറെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ജസ്റ്റ് ഫോർ യുവർ നോളജ്. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് ഇനി എക്സാമിന് വന്ന് പോയി എന്ന് പറയണ്ട. നോക്കാം നമുക്ക്. ഡോഗ് എക്സ്പെരിമെൻറ്റ് ബൈ ലോയ്ഡ് മോർഗൻ. ഡോഗ് എക്സ്പെരിമെൻറ്റ് ബൈ ലോയ്ഡ് മോർഗൻ. എന്താ ചെയ്തത് അദ്ദേഹം? സെയിം മെത്തേഡ് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ദ ഡോഗ് വാസ് പുട്ട് ഇൻ എ അയൺ കേജ്, ദ ഡോർ നോട്ട് ക്ലിയർലി വിസിബിൾ. ദ ഡോഗ് മെയ്ഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഹീ കുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ദ ഡോർ. A dog was placed inside a box. Not clearly, the door is not clearly visible. ഡോർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരു ബോക്സിനകത്ത് ആക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ദ ഡോഗ് ഈസ് ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ഓർ ഫൈൻഡ് ദ ഡോർ, ഏബിൾ ടു ഫൈൻഡ് ദ ഡോർ. അവസാനം എന്താണ്, എങ്ങനെയെങ്കിലും ആ ഡോറ് കണ്ടുപിടിക്കാനുള്ളൊരു എബിലിറ്റി എന്താണ് ഏബിൾഡ് ആവും. ആ ഡോറ് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താണ് എബിലിറ്റി ആർക്കുണ്ടാവും? ഈ ഡോഗിന് ഉണ്ടാവും. അതായത് ഈ ട്രയൽസിലൂടെയും അതിന് പറ്റുന്ന ഇറേഴ്സിലൂടെയുമാണ് ലേണിംഗ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡോഗും അല്ലെങ്കിൽ ക്യാറ്റും ഒക്കെ എങ്ങനെയാണ് അവർ ആ ഒരു കേജിൽ നിന്ന് പുറത്ത് വരാൻ അവർ ഏബിൾഡ് ആയത്? ബൈ ദ വേ ഓഫ് എന്താണ് റിപ്പീറ്റിംഗ് ട്രയൽസ് അല്ലേ, ഇൻ ഇറേഴ്സ്. rat experiment by MC Dougal. Next experiment, rat experiment by MC Dougal. Here the rats were confined in a box with secret passage. After many trials they could be able to find out the correct passage. Explanation ആവശ്യമില്ലല്ലോ. പിന്നെ Thorndike has done another experiment with fishes. ഫിഷസിനെ വെച്ചിട്ടും Thorndike ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫിഷസിനെ ഇങ്ങനെ അക്വേറിയത്തിൽ ഇട്ടിട്ട് എന്താണ് അറ്റ് ലാസ്റ്റ് ദേ ആർ ഏബിൾ ടു ഫൈൻഡ് ദ പാസേജ് ഔട്ട് ഓഫ് ദ അക്വേറിയം. Here the most important experiment is the experiment with cats. Catsനെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ള എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. Here the presentation of food acts as a stimulation and it will lead to so many trials and errors. At last from these trials it has learned the correct way of doing. Here responses are elicited by stimulus. Here responses are elicited by stimulus or stimulus that leads to response. Stimulus ആണ് എന്താണ് റെസ്പോൺസിലോട്ട് നയിക്കുന്നത്. അവിടെ ഫുഡാണ് ഒരു സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്തത്. ദാറ്റ് ലീഡ്സ് ടു എ റെസ്പോൺസ് അല്ലേ. അവിടെ റെസ്പോൺസിലോട്ട് നയിച്ച സ്റ്റിമുലസ് ഏതാണ്? ഫുഡാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് ഫുഡ്. Basic principles of this theory. All learning is matter of bond connections. These bonds may be motor, perceptual, conceptual, emotional or attitudinal. This bond may be motor, perceptual, conceptual, emotional or attitudinal. The stimulus may be in the form of motive, need or desire. Okay, the stimulus may be in the form of motive, need or desire. In order to reach the goal, repetition of responses is needed. Okay, in order to reach the goal, a repetition of responses is needed. Repetition is needed. Different trials are needed. Wrong responses are automatically eliminated as it do not lead to the goal. Wrong responses are automatically deleted as it
ഡു നോട്ട് ലീഡ് ടു ദ ഗോൾ. എന്താണ് റോങ് റെസ്പോൺസസ് ആണെങ്കിൽ എന്താണ് ഒരിക്കലും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ റോങ് റെസ്പോൺസസ് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ആയിക്കോളും. അപ്പം എന്താണ് കുട്ടികളുടെ കേസായാലും ഇത് തന്നെ, നമ്മളൊരു മാത്സ് പ്രോബ്ലം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അവർ ഡിഫറെൻറ്റ് വേയ്സ് അവരെന്ത് ചെയ്യും? ഫോളോ ചെയ്യും. പിന്നെ എന്താണ് അറ്റ് ലാസ്റ്റ് എന്താണ് ദേ ഫൈൻഡ് ദ കറക്റ്റ് വേ. അപ്പോൾ ദേ ലേൺ ദാറ്റ് കറക്റ്റ് വേ. അപ്പോൾ ആ റോങ് വേയ്സ് എന്ത് ചെയ്യും? അവരത് എന്താണ് നാച്ചുറലി ദാറ്റ് റോങ് വേയ്സ് ആർ എലിമിനേറ്റഡ് ഫ്രം ദെയർ മൈൻഡ്. അല്ല ആ ഒരു റോങ് റെസ്പോൺസസ് അതങ്ങ് എന്താണ് ഓൾറെഡി എന്താണ് അതങ്ങ് ഗ്രാജുവലി അങ്ങ് എലിമിനേറ്റഡ് ആയിക്കോളും. അവരെപ്പോഴും അതിൻ്റെ ഫോളോ ചെയ്യുന്ന ഏതായിരിക്കും? റൈറ്റ് റെസ്പോൺസ് ആയിരിക്കും. അവരവസാനം എത്തിച്ചേർന്ന ആ റൈറ്റ് റെസ്പോൺസ് ആയിരിക്കും അവരത് ഫോളോ ചെയ്യുന്നത്. Unsatisfactory or unsuccessful responses are eliminated by disuse or lack of exercise. എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു അൾട്ടിമേറ്റ് ഗോൾ കാണണം. സോ വി cannot achieve that goal through our responses. ആ റെസ്പോൺസസിലൂടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ അൺസാറ്റിസ്ഫാക്ടറി റെസ്പോൺസസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഇതാണ് അൺസക്സസീവ് റെസ്പോൺസസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ അൺസാറ്റിസ്ഫാക്ടറി റെസ്പോൺസസ് എന്ന് പറയാം. ബിക്കോസ് എന്താണ് ഇറ്റ് ഡസൻറ്റ് ലീഡ് ടു ദ ഗോൾ. അത് ഗോളിലോട്ട് നയിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക? അത് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റെസ്പോൺസസ് എന്ന് പറയാം. അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ആകും. അതായത് അപ്പം എന്താണ് ഈ ക്യാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ക്യാറ്റ് എന്താണ് റാൻഡം മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് എന്താണ് സ്ട്രിങ്ങൊക്കെ പുള്ള് ചെയ്ത് വെളിയിലെത്തി. അതിന് ഫുഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ആ ഫുഡെന്ന് പറയുന്നത് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യും? പിന്നെ എന്താണ് ആ ക്യാറ്റ് ആ ഒരു ആക്ട് റിപ്പീറ്റ് ചെയ്യുമോ? ഇല്ല. അതായത് ആ ഗോളിലോട്ട് എത്തിച്ചേരാൻ പറ്റാത്ത അൺസക്സസ്ഫുൾ ആയിട്ടുള്ള റെസ്പോൺസസ് എന്ത് ചെയ്യാം? അതെന്താണ് എലിമിനേറ്റഡ് ബൈ ഡിസ്യൂസ് ഓർ ലാക്ക് ഓഫ് എക്സസൈസ്. Satisfactory responses will be strengthened. അപ്പോൾ satisfactory responses will be strengthened. The successive responses or satisfactory responses that lead to the goal. ആ ഗോളിലോട്ട് നയിക്കുന്ന റെസ്പോൺസസ് ആയിരിക്കും. അപ്പോൾ എന്താണ് അതെന്ത് ചെയ്യും? That will be gradually reinforced. അത് എന്താണ് ഗ്രാജുവലി അത് റീഇൻഫോഴ്സ്ഡ് ആവും. ബിക്കോസ് എന്താണ് they are able to get the goal by the way of this റെസ്പോൺസ്. ഈ റെസ്പോൺസിലൂടെ അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്താണ് അത് എന്ത് ചെയ്യും? സ്ട്രെങ്തൻ ചെയ്യും. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് അല്ലെങ്കിൽ ആ കണക്ഷൻ എന്ന് പറയുന്നതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രെങ്തൻ ദ SR ബോണ്ട്. അപ്പോൾ മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് സ്ട്രെങ്തൻ SR ബോണ്ട്. As teachers, we need to motivate our students and we need to give both positive and negative reinforcement. Okay. He put forward 3 laws on the basis of this theory. ഈ തിയറിയുടെ ബേസിസിൽ 3 laws വരുന്നുണ്ട്. Law of readiness, law of exercise, law of effect. Law of readiness. Law of readiness means the learner should have a mind to learn. State of mind and willingness is important. We should have a mind to learn. The learner must be ready to learn. അല്ലേ, നമ്മൾ ലേണറിന് പഠിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടായിരിക്കണം. അല്ലേ, എനിക്ക് വയ്യ പഠിക്കാനെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയെ നമ്മൾ എത്ര വിചാരിച്ചാലും പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു മൈൻഡ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അല്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ക്രിയേറ്റ് എ സ്റ്റേബിൾ മൈൻഡ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആസ്പയറിങ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം സ്റ്റുഡൻസിൽ. അല്ലേ. Then law of exercise. It has 2 sub-laws. Law of use and law of disuse. Law of use and law of disuse. Law of use means based on the act or practice or exercise, repetition is needed to learn the response correctly. Law of use means repetition is need to learn the things correctly. To learn the things to learn the response correctly or to learn the facts correctly, then a repetition is needed. That is law of use.
ദ റെസ്പോൺസസ് മസ്റ്റ് ബി ഇൻ യൂസ്. അല്ല, റെസ്പോൺസസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, റെപ്പറ്റീഷൻ ഇസ് നീഡഡ് അല്ലേ. ആ റെസ്പോൺസ് റെപ്പറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ദേ ഫോർഗെറ്റ് ഇറ്റ്. ദ ഡിസ്യൂസ് എന്ന് പറയുന്നത് ദാറ്റ് ലീഡ്സ് ടു ദ വീക്കനിങ് ഓഫ് SR ബോണ്ട്. പിന്നെ എന്താണ്, ഒരു കാര്യം അവരെന്താണ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, യൂഷ്വലി ഫോർഗെറ്റ് ഇറ്റ്. അത് ഇന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, അവരത് ഓർമ്മയിൽ നിൽക്കും. ദാറ്റ് വിൽ ബി ഇൻ ദയർ മെമ്മറി. അത് അവരുടെ മെമ്മറിയിൽ കാണും. ലോ ഓഫ് എഫക്റ്റ്. Reinforcement or reward gives pleasure for the learner. Negative reinforcement leads to displeasure and leads to discontinuation. Reinforcement or law of effect means it says about the importance of reinforcement, both negative and positive. Positive reinforcement gives pleasure. That leads to the repetition of responses. അല്ലെ, ആ റെസ്പോൺസസിൻ്റെ റെപ്പറ്റീഷനിലോട്ട് നയിക്കും. ദെൻ വാട്ട് അബൌട്ട് ദ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്കണ്ടിന്യൂവേഷൻ ഓഫ് ദ റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ ഉണ്ടാവും അവിടെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആകുമ്പോഴത്തേക്കും. റോങ് ബിഹേവിയേഴ്സ് ആണെങ്കിൽ എന്താണ്, നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ക്ലാസ് ടൈമിൽ എന്താണ് ഭയങ്കര ടോക്കറ്റീവാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് എങ്ങനെ ആ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് എന്താണ്, അത് നമുക്കത് ആ ഒരു ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീക്കൻ ചെയ്തെടുക്കാൻ പറ്റും. കെയർ ചെയ്യുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടി അത് തന്നെ ആവർത്തിക്കും. ഇപ്പോൾ റോങ് ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് കാണിക്കുകയാണെങ്കിൽ എന്താണ്, യു മസ്റ്റ് ഗീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ഒരു കുട്ടി എന്താണ് ലോ മാർക്സ് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. സ്റ്റുഡൻറ്റ് സ്കോർസ് ലോ മാർക്സ് ഇൻ ഹിസ് എക്സാമിനേഷൻ. അവിടെ എന്താണ്, നമ്മളൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേ പറ്റും. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് തിയറി. According to Skinner, learning happens through a process of approximation and correction. Trial and error, that is approximation and correction. According to the Skinner, learning happens through a process of approximation and correction. Students try to solve mathematical problems in different ways, and at last they learn to do it in a correct way. At last they learn the correct way. അല്ലേ, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, we consider the case of mathematical problems. എന്താണ്, we do it in different ways. At last we find the correct way. ഇതൊക്കെ ട്രയൽ ആൻഡ് എററിന് എക്സാമ്പിളാണ്. പിന്നെ എന്താണ്, സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ എല്ലാം തന്നെ എന്താണ് ട്രയൽ ആൻഡ് എറർ തിയറീസിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് അല്ലേ. If we give appreciation for students who get high mark, they will try to keep this success at any cost. അല്ലെങ്കിൽ ഹൈ മാർക്സ് നേടിയ കുട്ടിക്ക് എന്താണ് നമ്മളൊരു അപ്രീസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, he will be able to sustain this ability അല്ലെങ്കിൽ sustain this marks in this next exam അല്ലേ. അപ്പോൾ ഈ ഒരു usually it is concerned with the motor learning, but mathematical and scientific studies abstract level thinking is considered അല്ലേ. Abstract level this year is considered both motor learning and abstract level thinking. Then it says about the importance of readiness, allows it importance of readiness in learning, and importance of motivation in learning, importance of previous experience in learning, importance of previous experience in learning. Then says about the strengthening of bonds. അല്ലേ, ഇങ്ങനെയാണ് ഈ ബോൺസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത്, ബൈ ദ വേ ഓഫ് റെപ്പറ്റീഷൻ, പ്രാക്ടീസ്, ഡ്രിൽ, എക്സെട്ര. Then importance of repetition, role of reward and punishment, the grading of tasks. This theory concerns with the grading of tasks from simple to complex. ഈ ഒരു തിയറി എന്താണ് based on grading of tasks from simple to complex, from simple to complex. And these are the educational implications of this theory. Which theory? Trial and error theoryയുടെ educational implications ആണ് പറയുന്നത്. Use of experiments or learning by doing. Use of experiments and learning by doing. Then learning skills.
ലേണിംഗ് സ്കിൽസ് ത്രൂ റെപ്പറ്റീഷൻ അല്ലേ ആൻഡ് റൂൾസ്. Scientific inventions, formation of habits, using insightful learning using insightful learning, using transfer of learning. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിലും നമ്മൾ എന്താണ് അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അല്ലേ, ഒരു രണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോയിൻറ്റ്സ് നീഡ് ടു ഐഡൻറ്റിഫൈ ദ ഫാക്ട്സ് ഫ്രം ടു ഏരിയാസ്. Thorndike advocates the following aids of learning. Thorndike advocates the following aids of learning. ഇതൊക്കെയാണ് അറ്റൻറ്റീവ്നെസ്, ഇൻട്രസ്റ്റ് ഇൻ വർക്ക്, ഇൻട്രസ്റ്റ് ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്ക്, പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ he also put forward some aids of learning. ഏതൊക്കെയാണ് വിച്ച് aids of learning he put forward? അദ്ദേഹം put forward ചെയ്ത aids of learning ഏതൊക്കെയാണ്? അറ്റൻറ്റീവ്നെസ്, ഇൻട്രസ്റ്റ് ഇൻ വർക്ക്, എന്താണ് ഇൻട്രസ്റ്റ് ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്ക്, പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. ലിമിറ്റേഷൻസ് ഓഫ് ദിസ് തിയറി, ഈ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനർജി കൺസ്യൂമിങ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീഡ്സ് എ ലോട്ട്സ് ഓഫ് പ്രാക്ടീസ്, റെപ്പറ്റീഷൻ ഒക്കെ ആവശ്യമാണ്. അപ്പം സോ ഇറ്റ് ഇസ് എനർജി കൺസ്യൂമിങ്. റാൻഡം എഫേർട്സ് മീൻസ് എന്താണ്, ഡൂയിങ് വിത്തൗട്ട് എനി തോട്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് മീനിങ്ലെസ്. സ്റ്റുഡൻസ് ഡു ഇറ്റ് ഇൻ പാസീവ് മാനർ എന്നാണ് പറയുന്നത്. അവരവിടെ മൈൻഡിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആര്? ബിഹേവിയറിസ്റ്റുകൾ ആസ് എ ഹോൾ. അവരെന്താണ് മൈൻഡിന് അല്ലെങ്കിൽ എന്താണ് തോട്ട്സിന് പിന്നെന്താണ് അണ്ടർസ്റ്റാൻഡിങ്ങിന് അങ്ങനെ ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സ്റ്റുഡൻസ് ഡു ഇറ്റ് ഇൻ എ പാസീവ് മാനർ എന്നാണ് അവർ പാസീവ്ലി ഡൂയിങ് ദിസ് തിങ്സ് എന്നാണ് അവർ പറയുന്നത്. പാസീവായിട്ടാണ് പറയുന്നത്. ദെയർ മൈൻഡ് ഇസ് കൺസിഡേഴ്സ് എ ടാബ്ലർ റാസ്. അവിടെ തിങ്കിങ്ങിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് ആര് പറയുന്നത്? ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. സോ റാൻഡം എഫേർട്സ് ആണ്, അതായത് ഡൂയിങ് വിത്തൗട്ട് എനി തോട്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് മീനിങ്ലെസ്. അവർ മനസ്സിലാക്കിയല്ലേ ഇതൊന്നും ചെയ്യുന്നത്. emphasis on rote learning. Okay, it is emphasis on rote learning. അതൊരു എൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നോട്ട് മച്ച് യൂസ്ഫുൾ ഫോർ ബ്രൈറ്റ് സ്റ്റുഡൻസ് ആൻഡ് ഹൈ ക്ലാസ്സസ്. ഹൈ ക്ലാസ്സസിനും ബ്രൈറ്റ് സ്റ്റുഡൻസിനും അത്ര യൂസ്ഫുൾ അല്ല ഈ തിയറി. ഇറ്റ്സ് നോട്ട് മച്ച് യൂസ്ഫുൾ ഫോർ ബ്രൈറ്റ് സ്റ്റുഡൻസ് ആൻഡ് ഹൈ ക്ലാസ്സസ് because it is focused on rote learning, passive learning. Okay, then let's move to operant conditioning theory, formulated by whom? B.F. Skinner. Okay. Also known as R-type theory, response type theory, or instrumental conditioning, R-type theory or instrumental conditioning or operant conditioning theory, put forward by whom? B.F. Skinner. Consequences of response, the probability of being repeated. Consequences of response, the probability of being repeated. Here, consequences of response that leads to the probability of being repeated. റെസ്പോൺസിൻ്റെ എഫക്റ്റ് എന്താണ്? ഒരു റെസ്പോൺസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അതിൻ്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ റെപ്പറ്റീഷൻ. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി, ആ കുട്ടി എന്താണ് ഒരു ചിത്രം വരച്ചു. You never asked him to draw a picture. അല്ലെങ്കിൽ എന്താണ് ഒരു പടം വരച്ചു തരുമെന്നൊന്നും നിങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല. വെറുതെ എന്താണ് ആ കുട്ടിക്ക് തോന്നി ആ കുട്ടി വരച്ചു. അപ്പോൾ ആ ഒരു റെസ്പോൺസിന് എന്താണ് നിങ്ങളെന്താണ് എന്തിനു കുട്ടി പടം വരച്ചേ? എന്നോട് ഇപ്പം പടം വരയ്ക്കാനെങ്കിലും പറഞ്ഞു, ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും പടം വരയ്ക്കുമോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് റെപ്പീറ്റ് ചെയ്യുമോ? ആ ഒരു എന്താണ് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഏബിൾ ടു ഡ്രോ അല്ലേ, ഏബിൾ ടു ഡ്രോ പിക്ചർ അല്ലേ, ഈസ് ഏബിൾ ടു ഡ്രോ പിക്ചേഴ്സ്. അല്ലെങ്കിൽ എന്താണ് ആ ഒരു എന്താണ് ആ ടീച്ചർ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് ഒരിക്കലും ആ കുട്ടി പിന്നെ എന്താണ് ചിത്രം വരയ്ക്കുമോ? ഇല്ല. അതിന് പകരം എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടി വീണ്ടും ചിത്രം വരയ്ക്കും. തീർച്ചയായിട്ടും എന്താണ് വീണ്ടും കുട്ടി എന്താണ് ചിത്രങ്ങൾ വരയ്ക്കുകയും എന്താണ് ആ കുട്ടിയുടെ കഴിവ് അവിടെ എന്താണ് നമ്മൾ നർച്ചർ ചെയ്തെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താണ് വിൽ ബി ഡെവലപ്ഡ്, ഹിസ് എന്താണ് എബിലിറ്റി വിൽ ബി ഡെവലപ്ഡ്. ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് വരും. അതായത് ഒരു റെസ്പോൺസിൻ്റെ കോൺസിക്വൻസിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ റെപ്പറ്റീഷൻ.
അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞാലല്ലേ അത് റിപ്പീറ്റ് ചെയ്യുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു ബിഹേവിയറാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ പറയണം, യു ഡു നോട്ട് വാണ്ട് ടു ഡു ദിസ് ഇൻ ദ ക്ലാസ് റൂം, അല്ല ഇത് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ എന്താണ്, ഇറ്റ് വോണ്ട് ബി റിപ്പീറ്റഡ് ഇൻ ദ ക്ലാസ്, അത് ക്ലാസ്സിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള അൺവാണ്ടഡ് ബിഹേവിയേഴ്സാണ് അവർ കാണിക്കുന്നതെങ്കിൽ എന്താണ്, അവർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയും വേണം, എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ട്, അതായത് കോൺസിക്വൻസ് എന്താണ്, നമ്മളവിടെ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തത്. സോ ദേ നെവർ വോണ്ട് ടു ഡു ഇറ്റ് മോർ, അല്ലാതെ കൂടുതൽ അത് ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല. ഹിയർ ദ ആക്ട് ദാറ്റ് ലീഡ്സ് ടു സ്റ്റിമുലസ്, ഇവിടെ റെസ്പോൺസ് ആണ് സ്റ്റിമുലസിലോട്ട് നയിക്കുന്നത്. റെസ്പോൺസിന് ശേഷമാണ് സ്റ്റിമുലസ് വരുന്നത്. അതായത് പടം വരച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ കൊള്ളാം, ഈ പടം വരയ്ക്കുമായിരുന്നല്ലേ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കുന്നു, അതിനുശേഷമാണ് സ്റ്റിമുലസ് വരുന്നത്. ഓക്കെ. In accordance with operant conditioning, behavior is emitted due to an action or response. Here the behavior is emitted naturally, ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണിത്, നോട്ട് ഡ്യൂ ടു എ സ്റ്റിമുലസ്, സ്റ്റിമുലസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റിമുലസിൽ നിന്ന് എലിസിറ്റ് ചെയ്യപ്പെടുന്നതല്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആൻഡ് ട്രയൽ ആൻഡ് എറർ തിയറി, റെസ്പോൺസസ് ആർ എലിസിറ്റഡ് ബൈ ദ സ്റ്റിമുലസ്, അല്ല സ്റ്റിമുലസ് ആണ് റെസ്പോൺസ് എലിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, എന്താണ്, ഫസ്റ്റ് റെസ്പോൺസ് ആണ് നടക്കുന്നത്, ആ റെസ്പോൺസ് ആണ് എന്താണ് സ്റ്റിമുലസിലോട്ട് നയിക്കുന്നത്. Response that leads to stimulus. Here the responses are naturally emitted. നാച്ചുറലായിട്ട് വരുന്ന റെസ്പോൺസസ്, നാച്ചുറൽ ആക്ഷൻസ് ആണ്, അതിനുശേഷമാണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ബിഹേവിയർ ഇസ് എമിറ്റഡ് ഡ്യൂ ടു an action or response. So the learning behavior or its repetition, reinforcement is needed. So for learning a behavior or for its repetition, ഒരു ബിഹേവിയർ പഠിക്കുന്ന അല്ലെങ്കിൽ ബിഹേവിയർ എന്താണ് ലേൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റെപ്പറ്റീഷനോ എന്ത് ആവശ്യമാണ്, റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് നീഡഡ്. Unwanted behaviors can be eliminated. Unwanted behaviors can be eliminated by the way of negative reinforcement. ഇപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അൺവാണ്ടഡ് ബിഹേവിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഗുഡ് ബിഹേവിയേഴ്സ് ആണെങ്കിലോ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ബി റീഇൻഫോഴ്സ്ഡ് വിത്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും, അല്ലേ? അതിന് നമുക്ക് എന്താ പറ്റും, സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ബൈ ദ വേ ഓഫ് വാട്ട്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നല്ലതാണെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, എന്താണ് മോശം ബിഹേവിയേഴ്സ് ആണെങ്കിൽ എന്താണ് അവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ആ ഒരു അൺവാണ്ടഡ് ബിഹേവിയേഴ്സിൽ നിന്ന് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് കൊണ്ടുവരാൻ പറ്റും. The most important experiment in this field of theory. Okay. Here Skinner put a rat inside the Skinner box. അപ്പോൾ സ്കിന്നർ ചെയ്ത എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സ്കിന്നർ ബോക്സ് എന്ന് പറയാം. Which possessed a lever. The box was designed in a such way that when it has touched the lever, it got a pellets of food. The rat inside the box made some vigorous movements and it accidentally touched the lever and got food. So this action was repeated for many times and the rat was able to touch the lever to get food. Food acts as a positive reinforcement. നോക്കുക, അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കിന്നർ ബോക്സ് ഉണ്ട്, സ്കിന്നർ ബോക്സിൽ ലെവർ ഉണ്ട്, പിന്നെ ഇവിടെ നമ്മളൊരു റാറ്റിനെയാണ് അതിനകത്തിട്ടത്. ഈ റാറ്റ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചില റാൻഡം മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഫസ്റ്റ്ലി ഈ ഫുഡൊന്നും ആരും കാണുന്നില്ല, റാറ്റ് കാണുന്നില്ല, ഫുഡ് അവിടെ ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നേ ഇല്ല, വെറുതെ ഒരു ബോക്സിനകത്ത് ഇട്ടൊക്കെയാണ്. എന്ത് ചെയ്യും, ഈ റാറ്റ് സ്വാഭാവികമായിട്ടും കുറച്ച് മൂവ്മെൻറ്റ്സ് നടത്തുമല്ലേ അതിനകത്ത്, റാൻഡം മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ആക്സിഡൻ്റലി എന്ത് ചെയ്യും, ഹി ടച്ച് ദ ലിവർ, അല്ലേ? ആ ലിവറിൽ ആക്സിഡൻ്റലി എന്ത് ചെയ്യും, ഈ റാറ്റ് ടച്ച് ചെയ്യും, ദെൻ ഹി ഗെറ്റ്സ് ഫുഡ്. ആ സമയത്ത് ആർക്ക് ഫുഡ് കിട്ടും, റാറ്റിന് ഫുഡ് കിട്ടും. അപ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു ആക്ട് ഈ റെസ്പോൺസ് റെപ്പീറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നറിയാവോ, ഫുഡ് കിട്ടുന്നു. ദെൻ ഇറ്റ് ലേൺസ് ടു എന്താണ് ടച്ച് ദ ലിവർ, ആ ലിവർ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിക്കും. അപ്പോൾ എന്ത് മനസ്സിലാവും, അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടാണ് ഫുഡ് വരുന്നത്. അതെന്താണ്, അത് ആ ഒരു ഫസ്റ്റ് ആ ആക്ഷനാണ് നടന്നത്, ലെവലിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫുഡ് കിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനൊരു അപ്പോൾ ആ ഫുഡെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഫുഡ് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇന്ന് ക്യാറ്റിൻ്റെ കേസിൽ, അതായത് നമ്മുടെ ട്രയൽ ആൻഡ് എറർ തിയറിയിലൊക്കെ ഫുഡ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു,
ട്രയൽ ആൻഡ് എറർ തിയറിയിലൊക്കെ ഫുഡ് ആദ്യമേ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അതൊരു സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്തു. സ്റ്റിമുലസിന് ശേഷമാണ് അവിടെ ക്യാറ്റിൻ്റെ റെസ്പോൺസ് വന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ഫുഡൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റ് ചെയ്യുന്നില്ല. അത് ലിവർ ടച്ച് ചെയ്തതിന് ശേഷമാണ് അതിന് പെലറ്റ്സ് ഓഫ് ഫുഡ് കിട്ടുന്നത്. അതായത് റെസ്പോൺസിന് ശേഷമാണ് ഇവിടെ സ്റ്റിമുലസ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുഡിൻ്റെ സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റിമുലേറ്റിംഗ് ഫാക്റ്റാണ്. പക്ഷേ ഈ സ്റ്റിമുലേറ്റിംഗ് ഫാക്റ്റ് വരുന്നത് ആഫ്റ്റർ റെസ്പോൺസാണ്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് നാച്ചുറലി ഇലസിറ്റഡ് ആണ്. ഇപ്പോൾ ഈ റാറ്റ് ആദ്യം ഫുഡ് കണ്ടിട്ടൊന്നുമല്ല അത് ഈ റാൻ്റെ മൂവ്മെൻറ്റ്സ് നടത്തിയത്. സോ റെസ്പോൺസ് ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് സ്റ്റിമുലസ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ആസ് എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഒരു സെയിം സെറ്റപ്പിൽ നമ്മുടെ സ്കിന്നർ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. In that experiment, when the rat touched the liver, it gets shock. എന്നിട്ട് ഷോക്ക് ഉണ്ടാവും. അപ്പോഴത്തെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, ഈ ഒരു ആക്ട് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യാതിരിക്കും. കുറച്ച് 2-3 റെപ്പിറ്റീഷൻ നടക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, ഈ റാറ്റ് പിന്നെ ഈ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യില്ല, നടത്തില്ല. ഏത് ആക്ടിവിറ്റി, ഈ ഒരു റാൻഡം മൂവ്മെൻറ്റ്സ് പിന്നെ കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനറിയാം എന്താണ് ഈ ലെവലിൽ ടച്ച് ചെയ്താൽ ഷോക്ക് അടിക്കും എന്നുള്ള കാര്യം പിന്നെ അത് മനസ്സിലാക്കാം അല്ലേ. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എക്സാമ്പിളാണ്. ഹിയർ റെസ്പോൺസ് ഓർ ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു സ്റ്റിമുലസ്. മനസ്സിലായല്ലോ. ഹിസ് എക്സ്പെരിമെൻറ്റ്സ് വെയർ ബേസ്ഡ് ഓൺ തോൺഡൈക്സ് ലോ ഓഫ് എഫക്റ്റ്. ഹിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ തോൺഡൈക്സ് ലോ ഓഫ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. ആര് സ്കിന്നർ. According to this theory, behavior that is followed by a pleasant consequence is repeated. Here the stimulus comes after response. So pleasant consequence ആണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ്, അത് റിപ്പീറ്റ് ചെയ്യും. അതായത് ആ ലെവലിൽ ടച്ച് ചെയ്തപ്പോഴത്തേക്കും ഷോക്ക് അടിച്ചു, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യോ ഇല്ല. അവിടെ അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്, അതെന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ എനിക്ക് വെൻ ഇറ്റ് ടച്ച് ദ ലിവർ ദെൻ ഇറ്റ് ഗെറ്റ്സ് ഫുഡ്, അതിന് ഫുഡ് കിട്ടി, അപ്പോഴെന്ത് ചെയ്യും, ആ ഒരു ആക്ട് റിപ്പീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആക്ട് റിപ്പീറ്റ് ചെയ്യില്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. Skinner who introduced new term in law of effect, that is reinforcement. അപ്പോൾ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്, സ്കിന്നറാണ് കേട്ടോ. സ്കിന്നർ ഐഡൻറ്റിഫൈഡ് 3 types of responses. 3 ടൈപ്പ് റെസ്പോൺസസ് ആണ് സ്കിന്നർ ഐഡൻറ്റിഫൈ ചെയ്തത്. ഏതൊക്കെയാണെന്നറിയാമോ? ന്യൂട്രൽ ഒപ്പറാൻസ്, റീഇൻഫോഴ്സസ്, പണിഷേഴ്സ്. ന്യൂട്രൽ ഒപ്പറാൻസ് എന്ന് പറയുന്നത് റെസ്പോൺസിനെ അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ എന്താണ്, റെസ്പോൺസസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ദാറ്റ് നെയ്തർ ഇൻക്രീസ് ഓർ നോർ ഡിക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് റിപ്പീറ്റഡ്. അതായത് ആ ഒരു ആക്ട് എൻ്റെ റെപ്പിറ്റീഷനെ ഒരു തരത്തിലും ബാധിക്കില്ല. അതാണ് ന്യൂട്രൽ ഒപ്പറാൻസ് എന്ന് പറയുന്നത്. അഫക്റ്റ് ചെയ്യേയില്ല. അതായത് റെപ്പിറ്റീഷൻ ഡിക്രീസും ചെയ്യിക്കില്ല, ഇൻക്രീസും ചെയ്യിക്കില്ല. പിന്നെ റീഇൻഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീഇൻഫോഴ്സ്മെൻറ്റ് റെസ്പോൺസസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബിഹേവിയർ. ഒരു ബിഹേവിയറിൻ്റെ പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ് റീഇൻഫോഴ്സസ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് റീഇൻഫോഴ്സസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവും നെഗറ്റീവും ആവാം. പിന്നെ പണിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് റെപ്പറ്റീഷൻ്റെ പ്രോബബിലിറ്റിയെ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ഇംപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബിഹേവിയേഴ്സ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഏത് വഴിയാണ്, പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ്, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ കൊടുക്കണം. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും, നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ആണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. ഇങ്ങനെ കുട്ടികളുടെ ബിഹേവിയേഴ്സ് നമുക്ക് ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും നമ്മൾ ബിഹേവിയറിസത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ എന്താ പറയുന്നത്, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. എനിവേ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. എനിവേ താങ്ക് യു.